നമുക്ക് കുറെ അധികം കമന്റുകൾ വരാറുണ്ട് കേട്ടോ. ചേട്ടന്റെ സ്കിൻ കെയറിനെ കുറിച്ചിട്ട്, ചേട്ടനെ വിളിപ്പിക്കുക, വീട്ടിലെ കരിക്കട്ടേനെ വിളിപ്പിക്കുക, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ മോശമുള്ള കമന്റ് ഒക്കെ ഞാൻ ഒഴിവാക്കി വെച്ചേക്കുന്നു. പക്ഷെ ജെന്യൂൻ ആയിട്ട് കുറെ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു വെളുപ്പിച്ച് ഞാൻ പ്രൂവ് ചെയ്തു എന്ന് തെളിയിക്കാനുള്ളതല്ല. എങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ നമ്മളൊരു ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഞാൻ എന്തായി പറയണെന്നാണ് വിചാരിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഈ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ എന്താ പറയാ, എല്ലാവരും എപ്പോഴും കുത്തണ ഒരു കാര്യമാണ് കേട്ടോ ഈ കാര്യം. പ്രത്യേകിച്ച് ഞാൻ അതിങ്ങനെ എടുത്തു പറയുന്നല്ല, എങ്കിലും നിങ്ങൾക്ക് എന്താ ചേട്ടനെ വൃത്തിയാക്കി കൂടെ, അല്ലെങ്കിൽ വൃത്തി മീൻസ് അതല്ല, പക്ഷെ കൂടുതലായിട്ട് നമ്മുടെ അടുത്ത് പറയണത് എങ്ങനെയാന്ന് വെച്ചാൽ ആ ഒരു രീതിയിലാണ്. നിങ്ങളുടെ വീട്ടിലൊരു കരിക്കട്ട ഇരിക്കണില്ലേ എന്നൊക്കെ. പക്ഷെ ഞാനൊരിക്കലും അതിന് കറുപ്പിനൊരു എതിരോ അല്ലെങ്കിൽ കറുപ്പിന് അയ്യെന്ന് കാണുന്ന ഒരാളല്ല കേട്ടോ. അതെ, ഞാന് എന്താ പറയാ, എനിക്ക് നമ്മുടെ സ്കിന്നിന്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ സ്കിൻ കെയർ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട്. അതിൽ നമുക്ക് ബ്രൈറ്റനിങ് 1-2 ഷെയ്ഡ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മൾ ഷെയർ ചെയ്യും, അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ചേട്ടന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ്. അതിൽ ഞാൻ ഭയങ്കര വെളുപ്പിച്ച് കുട്ടപ്പനാക്കി എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടിട്ടല്ല കേട്ടോ നമ്മളിത് പറയണത്. ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ മുന്നേ തന്നെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി ഇപ്പോഴത്തെയും. കാരണം നമുക്ക് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഏകദേശം നമ്മൾ വണ്ടി എപ്പോഴെടുത്തത്, അപ്പോഴാണ് ജനുവരിയിൽ, അന്നാണ്. അപ്പൊ അന്നാണ് നമ്മൾ ഇത് ലോഞ്ച് ചെയ്തത്, നമ്മുടെ റിവൈറ്റൻ സീറവും സൺസ്ക്രീനും. അപ്പൊ അത് നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനാണ്. സ്കിൻ ബ്രൈറ്റ് ആവാൻ മാത്രമല്ല, നമുക്ക് നമ്മുടെ ഓവറോൾ നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവും. റെഡ്നെസ്, അതുപോലെ സ്കാർസ് ഇതൊക്കെ നന്നായിട്ട് കുറയ്ക്കും. അങ്ങനെ ഗ്രാജുവലി ആണ് നമുക്ക് സ്കിൻ ബ്രൈറ്റനിങ്. അതെ, അപ്പൊ ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ റിസൾട്ട് എന്തായാലും ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മളെ വിശ്വസിക്കുന്നവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കണം. കാരണം എന്താന്ന് വെച്ചാല് നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. അതിനിടയിൽ സ്കിപ്പ് ആവാറുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിച്ച് ഇന്ന് യൂസ് ചെയ്തിട്ടാ, ഇന്ന് സൺക്രീം ഇട്ടാ, ഇതൊക്കെ ചോദിക്കും. അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ എന്റെയും ചേട്ടനെയും കണ്ടറിയില്ലേ, ആളുടെ ഇത്രയും ഡിഫറൻസ് ആണ് ആൾക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സ്കിന്ന് ബ്രൈറ്റനിങ്ങിനും. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ഓവറോൾ നല്ല നല്ല ഗ്ലോ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അടുത്തേക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. നല്ല ഒരു ഓക്കെ, അപ്പൊ നല്ലൊരു ഗ്ലോ നമുക്ക് കാണാൻ പറ്റും ഫേസിൽ. ഇങ്ങനെ കണ്ടില്ലേ, നല്ലൊരു ആ തിളക്കം. അതേപോലെ സ്കിന്ന് നല്ല ബ്രൈറ്റ് മീൻസ് നമുക്ക് ഈ ബ്രൈറ്റനിങ് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് കിട്ടുന്നത് ഒരിക്കലും നമുക്ക് ആ ഒരു പെർമനന്റ് ആവില്ല. ഈ പെർമനന്റ് ആവണമെങ്കിൽ അത് ഗ്രാജുവലി പതുക്കെയാണ് നമുക്കത് പെർമനന്റ് ആയിട്ട് കിട്ടുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ റിവൈറ്റൻ സിറം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഗ്രാജുവലി, ഇപ്പൊ ചേട്ടൻ ഏകദേശം നമുക്ക് പ്രൊഡക്റ്റ് ഇറങ്ങണേക്കാളൊക്കെ മുന്നേ തുടങ്ങി യൂസ് ചെയ്ത് തുടങ്ങി. അതായത് ഇപ്പൊ ഏകദേശം ഒരു 6-7 മാസം അതിന് ഫുള്ളായിട്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് ആണ്. പക്ഷെ ഇനിയും നമുക്ക് റിസൾട്ട് വരാനുണ്ട്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. ഇത് നമുക്ക് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന സിറാണ്. അതായത് നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് അയ്യോ നമുക്കിപ്പോ വൈറ്റനിങ് ക്രീം മാതിരി കുറച്ച് നാൾ യൂസ് ചെയ്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതെ വല്ല പ്രശ്നം ഉണ്ടാവും, അങ്ങനെ ഒന്നുമില്ല. ഹെർബലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ലൈഫ് ടൈം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, യാതൊരു കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം, ചിലരിത് നിർത്തി കഴിഞ്ഞ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ സ്കിൻ കെയർ സൺക്രീം ഇത് മസ്റ്റ് ആണ്. കാരണം എന്താന്ന് വെച്ചാല് ഇല്ലെങ്കിലും മസ്റ്റ് ആണ്. ഇതൊക്കെ കൂടി ഒരുമിച്ച് നിർത്തിയിട്ട് അയ്യോ ഇപ്പൊ എന്റെ സ്കിൻ ഇങ്ങനെ ആയാലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ എല്ലാവരും പറയുന്നത് വാട്സാപ്പിൽ ഇപ്പൊ റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ പറയുന്നതാണ് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുപയോഗിച്ചിട്ടും കാര്യമില്ല, ഒക്കെ പോകും. 5 ദിവസം ടാൻ അടിക്കുക, അത് പിന്നെ എന്തായാലും നമുക്ക് സൂര്യൻ നിർത്താൻ പറ്റില്ല. അതിന്റെ ഇടയിൽ നമുക്ക് കോട്ടിങ് കൊടുക്കാനേ പറ്റുള്ളൂ. അങ്ങനെയല്ല, അപ്പൊ അത് ഉപയോഗിച്ച് സ്വാഭാവികമായിട്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. പാർവതി ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ നല്ല മഴക്കാരുണ്ട്. പറിച്ച് തുടർന്നോ കവളത്തും. അപ്പൊ ഈ ഒരു സിറം ചേട്ടൻ എങ്ങനെയാണ് യൂസ് ചെയ്തിരുന്നതെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ എന്താ പറയാ, ഭയങ്കരമായിട്ട് വെളുത്ത് സായിപ്പന്മാരാക്കും അല്ലെങ്കിൽ മദാമകളാക്കും എന്നല്ല, വെളുത്ത് കുട്ടപ്പനാക്കും എന്നല്ല. ഗ്രാജുവലി നമ്മുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ നിലാസെറപ്സിന്റെ റിവൈറ്റൻ സിറം. ഒപ്പം നമ്മുടെ കുങ്കുമാതി ലോഷൻ, സൺസ്ക്രീൻ ലോഷൻ, അതും കൂടി യൂസ് ചെയ്യണം. അപ്പൊ ആർക്കെങ്കിലും ഫോളോ ചെയ്യണമെങ്കിൽ ചേട്ടൻ ചെയ്തിരുന്ന റുട്ടീനാണ് കാണിച്ചു തന്നെ കേട്ടോ. ഈസിയാണ് റുട്ടീൻ. ആദ്യം നിലാസെറപ്സിന്റെ ഫേസ് വാഷ് ആണ്, ഇത് വെച്ചിട്ട് വാഷ് ചെയ്യും ഫേസ്. അതിന് ശേഷം നിലാസെറപ്സിന്റെ ടെൻഡർ കോക്കനട്ട് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഫേസ് ടോണർ ആണ്. ഇത് മസ്റ്റ് ആയിട്ട് ചെയ്യണം. നമ്മുടെ ഫേസും ടൈറ്റൻ ആവാനും അതുപോലെ തന്നെ നമ്മുടെ പോൾസ് ഒക്കെ ക്ലീൻ ആവാനും pH വാല്യൂ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി, നന്നായിട്ടല്ല, ജസ്റ്റ് ഒന്ന് ആ ഒരു
ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും ജസ്റ്റ്. അതിനുശേഷം നമ്മൾ ചേട്ടന് ചെയ്യണത് പിന്നെ എന്താന്ന് വെച്ചാൽ റോവൈറ്റൻ സിറാണ് നമ്മുടെ നിലാസിറിപ്സിന്റെ. ഇത് യൂസ് ചെയ്യണത് ഇത് നമ്മുടെ ഫേസിലെ പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ ഹൈപ്പർ പിഗ്മെന്റേഷൻ കൺട്രോൾ ചെയ്യാനും കൊളാജൻ പ്രൊഡക്ഷൻ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനും സ്കിന്നെ നല്ല സ്മൂത്ത് ആവാനും ഹെൽപ്പ് ചെയ്യും. ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കിയറിയും സ്കിന്ന് ഭയങ്കരമായിട്ട് സ്മൂത്ത് ആവും, സ്കിന്നിന്റെ ആ ഒരു ടെക്സ്ചർ നന്നായിട്ട് ഇംപ്രൂവ് ആവും. അതുപോലെ തന്നെ ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, ലെമൺ എക്സ്ട്രാക്ട്, അതുപോലെ തന്നെ ടെൻഡർ കോക്കനട്ട് എക്സ്ട്രാക്ട്, ഇങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ടോണൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിങ്ങനെ ഒരു 3-4 ഡ്രോപ്സ് നമ്മൾ 2 സൈഡിലായിട്ടും നെറ്റിലും അതുപോലെ തന്നെ ഓൾസോ നമ്മുടെ നെക്കിലും കൂടിയിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ബാക്കി നമുക്ക് ഇങ്ങനെ കയ്യിലൊക്കെ ഉള്ളത് നമ്മുടെ ചെവിയുടെ അവിടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യും, ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നല്ലതാ. നന്നായിട്ട് അത് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ, ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം. അതിനുശേഷം പിന്നെ ചെയ്യുന്ന മോയ്സ്ചറൈസർ ആണ്. അത് നമ്മളിവിടെ കാണിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് നിലാസിറിപ്സിന്റെ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഏറ്റവും ഹെർബൽ ആയിട്ടുള്ളത് വേണം. എസ്പെഷ്യലി നിങ്ങൾ ഈ ഒരു റുട്ടീൻ തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കുങ്കുമാതി സൺ പ്രൊട്ടക്ഷൻ ലോഷൻ ആണ്. ഇത് കുങ്കുമാതി ഓയിലും അതുപോലെ തന്നെ ഒരുപാട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ ലോഷൻ ആണ്, SPF50. അപ്പൊ ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മളിങ്ങനെ 3 ഫിംഗർ റൂൾ വെച്ചിട്ട് ഫേസിലും 1 ഫിംഗർ റൂൾ വെച്ചിട്ട് നെക്കിലും കൂടി ഇട്ട് കൊടുക്കുക. നെക്ക് മറക്കരുത്, വിട്ടുപോകാതെ. ചെവിയും കൈമൊക്കെ ഉള്ളത് ചെവിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടോട്ടൽ നമ്മൾ എല്ലാവരും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഒരു റുട്ടീൻ. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ബാക്കി എന്താ പറയാ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും പിമ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ പിമ്പിൾസിനുള്ള സിറോം അതുപോലെ തന്നെ മാർക്സിനുള്ള സിറോ ഒക്കെ ഉണ്ട്, അത് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇപ്പൊ ചേട്ടൻ അങ്ങനെ വേറെ പിമ്പിൾസും മാർക്സും ഒന്നും ഇല്ലാത്ത കാരണമാണ് ഈ റൂട്ടീൻ ഫോളോ ചെയ്യണത്. ഇതെല്ലാം നമ്മുടെ എന്താ പറയാ നമ്മുടെ കാർട്ടിലുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ വാട്സ്ആപ്പ് നമ്പർ കാണാൻ പറ്റുന്നില്ല, ഇതിനൊന്നും നമ്മളെ വാട്സ്ആപ്പ് ചെയ്ത് നിങ്ങൾ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തന്നിട്ടായിരിക്കും നിങ്ങൾക്ക് പ്രൊഡക്ട്സ് മേടിക്കണമെങ്കിൽ മേടിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് റുട്ടീൻ. ഈ ഒരു സൺക്രീം നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നിങ്ങൾ മറന്നു പോയത് സൺക്രീം എന്തായാലും യൂസ് ചെയ്യാം. പിന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തതാണ്, നമുക്ക് നാച്ചുറൽ ഒരു ഗ്ലോ തരുന്നതാണ്. ഇത് യൂസ് ചെയ്യും തോറും നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ഉണ്ടാവും, നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. നല്ലൊരു നാച്ചുറൽ ഗ്ലോ ഫിനിഷ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ടൊരു എന്താ പറയാ നമുക്കൊരു 7 അല്ലെങ്കിൽ ഒരു 8 മന്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. എന്തായാലും ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്യാം. അപ്പൊ എന്തായാലും റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ സ്ക്രീനിലും ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവരാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഇത് ഉൾപ്പെടുത്താം. നമുക്ക് രാവിലെയും വൈകുന്നേരം ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്കൊരു റിസൾട്ട് എല്ലാവരും പറയുന്നതിന്റെ പേരിൽ റിസൾട്ടിന് വേണ്ടിയിട്ട് കാണിച്ചു തന്നതാണ്. നിങ്ങൾക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് നോക്കിയാലും മതി ആ ഒരു എത്രത്തോളം സ്കിന്ന് ഇംപ്രൂവ് ആയിട്ടുണ്ടെന്നുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാല് പിന്നെയും പറയേണ്ട ഒരു കാര്യം, ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. പെർമനന്റ് ആണ് റിസൾട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രാജുവലി ആണ് കിട്ടുക. നമുക്ക് 10 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അതെ ചിലർക്ക് വേഗം മാറ്റം വരും. പക്ഷെ കുറെ പേര് പറയുന്നുണ്ട് കേട്ടോ അവരുടെ സ്കിന്നിന് പെട്ടെന്ന് ക്ലിയർ ആവുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ബ്രൈറ്റനിങ് ഗ്രാജുവലി പതുക്കെയാണ് വരിക. അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം. ഇതിന്റെ ബാക്കി അപ്ഡേറ്റും കൂടി നമ്മൾ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ചെയ്യുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ, love you all.